ബാലക്കോട്ടേക്ക് പോയാൽ അവിടെ മഞ്ചേശ്വരത്ത് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ വന്നാൽ പിന്തുണയ്ക്കുമെന്ന് പറയുന്നു. SDPI ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് പാദൂർ എന്നുകൂടി SDPI ജില്ലാ പ്രസിഡന്റ് SCA സവാദ് പറയുകയാണ്. ഒരു പൊതു സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ SDPI അനുഭവം നോക്കും. അതിൽ നമ്മൾ തീരുമാനമാണല്ലോ. അവിടെ ഷാനവാസ് പാദൂർ വരുമ്പോൾ പല രീതിയിലുള്ള വികസന മുരടിപ്പുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും അവിടെ മഞ്ചേശ്വര ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ട്. അത് മറികടക്കാൻ പറ്റുമോ? കാരണം കഴിഞ്ഞ അവരുടെ നിലവിലുള്ള പെർഫോമൻസ് അനുസരിച്ചിട്ട് പറ്റുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത്. അരുൺ, ഷാനവാസ് പാദൂർ വന്നാൽ SDPI പിന്തുണയ്ക്കും, അതല്ല എങ്കിൽ SDPI ഒറ്റയ്ക്ക് മത്സരിക്കും, അങ്ങനെയാണോ സ്ട്രാറ്റജി? വിനീത, തീർച്ചയായും മഞ്ചേശ്വരം മണ്ഡലത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രതികരണമാണ് SDPI ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ശക്തമായ പോരാട്ടം നടക്കുമെന്ന് വിലയിരുത്തപ്പെടുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത്. അതേ മണ്ഡലത്തിൽ SDPIക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രം 7000-ലധികം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് 10,000-ലധികം വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിക്കാൻ ഉണ്ട് എന്നതാണ് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും SDPI വോട്ടുകൾ നൽകിയത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള AK മഷറഫ് MLAക്കാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 1000-ൽ താഴെ വോട്ടുകൾക്ക് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഈ 10,000-ഓളം വോട്ടുകൾ AK മഷറഫിന് നൽകിയിട്ടുണ്ട് എന്നാണ് SDPI അവകാശപ്പെടുന്നത്. ഇത്തവണ എന്തായാലും UDFന് നൽകില്ല എന്ന് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. UDFന് പിന്തുണ നൽകില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രഖ്യാപനം. എന്നാൽ കെ സുരേന്ദ്രന്റെ വരവോടെയാണ് ഇപ്പോൾ അവർ നിലപാട് തിരുത്തിയിരിക്കുന്നത്. CPM പരിഗണിക്കുന്ന ഷാനവാസ് പാദൂർ ഒരു സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് പാദൂരിന് പിന്തുണ നൽകും. അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും ഷാനവാസ് പാദൂർ തന്നെ എത്തിയേക്കും. CPM പരിഗണിക്കുന്ന ഷാനവാസ് പാദൂരിനെയാണെന്നുള്ള വിവരങ്ങൾ തന്നെയാണ് അരുൺ പൂപ്പറമ്പ നൽകുന്നത്. SDPIയുടെ പ്രതികരണം കൂടി അക്കാര്യത്തിൽ വരികയാണ്.